നിങ്ങൾ പലർക്കും ആദിത്യൻ എന്ന പേര് ഓർമ്മയുണ്ട്. ആ കുട്ടിയെ അറിയാമായിരിക്കും. അതായത് സിനിമയിൽ അഭിനയിക്കാനാണ് എന്ന് പറഞ്ഞ കത്ത് എഴുതി വെച്ച് വീട്ടിൽ നിന്ന് പോയി പിന്നെ തിരികെ കൊണ്ടുവന്ന ആ ആദിത്യനെ നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാകും അല്ലേ? കാണിച്ചതൊരു ബുദ്ധിമോശമാണ് എങ്കിൽ പോലും അവന് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഒരു സന്തോഷം നൽകുന്ന ഒരു വാർത്തയുണ്ട്. നമ്മുടെ ആദിത്യനെ സിനിമയിലെടുത്തു. ഈ ആദിത്യൻ തിരിച്ചെത്തിയെന്ന മാതൃഭൂമി ന്യൂസ് വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ക്ലബ് എഫ് എം ടോക്ക് ഷോയിൽ പങ്കെടുത്ത സംവിധായകൻ സന്തോഷ് വിശ്വനാഥനാണ് സ്വപ്നതുല്യമായ ആ ഓഫർ ആദിത്യന് മുന്നിലേക്ക് വെച്ച് നീട്ടിയത്. വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള പത്തനംതിട്ടക്കാരനായ ആദിത്യന് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. വീട്ടുകാരോടൊക്കെ പറയുന്നു, പക്ഷെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം വീട്ടുകാരോട് പറയാതെ ഒരു കത്തൊക്കെ എഴുതി വെച്ചിട്ട് ഈ 14 വയസ്സുകാരൻ ചെന്നൈയിലേക്ക് ട്രെയിൻ കയറുകയാണ് സിനിമാ മോഹവുമായിട്ട്. പക്ഷെ ആഗ്രഹം നടക്കുന്നില്ല. വീട്ടുകാർക്ക് ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഈ ആദിത്യൻ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇപ്പോഴും മനസ്സിലുണ്ട് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം. എന്നാൽ നമുക്ക് ഈ ആഗ്രഹം സാധിച്ചു കൊടുത്താലോ? അപ്പോ ഒരു സിനിമയിൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അഭിനയിക്കോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ ഈ സമയത്ത് ഒരു സംവിധായകനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോവുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ്. പക്ഷേ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും അടുത്ത എൻ്റെ പടത്തിൽ നിനക്കൊരു വേഷമുണ്ട്, ഉറപ്പായിട്ടും ആരും നല്ല ഞാൻ തന്നിരിക്കും എന്നുള്ളത് ഞാനൊന്ന് വാക്കൊടുത്തു. ആഗ്രഹിച്ചതുപോലെ സിനിമ അതിലും വേഗത്തിൽ അരികിൽ എത്തിയിരിക്കുകയാണ്. ആ പോയതുപോലെ ഒരു ഗുണമുണ്ടായി. ഇപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. കൊച്ചിയായിരുന്നു ഷൂട്ടിങ്. അതിന് വേണ്ടി വിളിച്ചായിരുന്നു, മോനെ അഭിനയിക്കാൻ താല്പര്യം കൊണ്ടുപോകുന്നത്. അപ്പോൾ മാതാപിതാക്കളുടെ അനുവാദം വാങ്ങാൻ പറഞ്ഞു. അനുവാദം വാങ്ങി ഇനിയും പുള്ളി പറഞ്ഞു അടുത്ത മാസം ഷൂട്ടിങ്. അത്ഭുതപ്പെട്ടു പോയി. സാധിക്കത്തില്ലെന്ന് വിചാരിച്ചു, പക്ഷേ ഇത് അത്ഭുതമായി പോയി. പോയേക്കാന്ന് വെച്ചു. ആനിക്കാട് വാടക വീട്ടിൽ കഴിയുന്ന കുടുംബം. ആദിത്യൻ വീട് വിട്ട് പോകും മുൻപോ തിരികെ എത്തിയ ശേഷമോ അവന്റെ സിനിമാ പ്രവേശം ഇത്ര വേഗം സാധ്യമാകുമെന്ന് രക്ഷിതാക്കൾ കരുതിയിരുന്നില്ല. പിന്നെ വിഷമമുണ്ട്, സന്തോഷമുണ്ട്. അത്രയും ദിവസം നമ്മളെ വിഷമിച്ചില്ലേ? 2 ദിവസം ഒത്തിരി സ്ഥലത്ത് ഓടി നടന്നൊക്കെ ശ്രമിച്ച് നോക്കിയതാണ്. നോക്കിയിട്ടൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ ഒത്തിരി വിഷമിച്ചു. പിന്നെ ദൈവം തമ്പുരാൻ കൊണ്ട് തന്നതാണ് ലാസ്റ്റ്. പിന്നെ പഠിക്കണ്ടേ, അതും നടക്കണം, രണ്ടും നടക്കണം. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതായി സൂചിപ്പിച്ച് രക്ഷിതാക്കൾക്ക് കുറിപ്പെഴുതി വെച്ചിട്ട് ഈ മാസം 14 പുലർച്ചെയാണ് ആദിത്യൻ വീട് വിട്ടത്. തൊട്ടടുത്ത ദിവസം വൈകുന്നേരം ട്രെയിനിൽ സഹയാത്രികനായ കൊല്ലം സ്വദേശിയാണ് 14-കാരൻ തനിക്കൊപ്പമുണ്ടെന്ന ആശ്വാസ വിവരം രക്ഷിതാക്കളോട് പങ്കുവച്ചത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ആദിത്യൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും ആദിത്യൻ തിരിച്ചെത്തി എന്നുള്ള വാർത്ത ജീവിതത്തിലെ മറ്റൊരു വലിയ വഴിത്തിരിവിന് വഴിവെച്ചിരിക്കുകയാണ്. ആദ്യ ദിവസങ്ങളിൽ ആദിത്യനെ ഓർത്ത് ഏറെ സങ്കടപ്പെട്ട രക്ഷിതാക്കൾക്ക് സിനിമാ അവസരമെന്നുള്ള പുതിയ വിവരം വലിയ സന്തോഷത്തിനാണ് ഇടവരുത്തിയിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും RJ ബിനുവിനൊപ്പം പത്തനംതിട്ടയിൽ നിന്നും CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. അഭിലാൽ തന്നെ നമ്മുടെ കൂടെയുണ്ട്. അഭിലാൽ, അവന് ഒരുപാട് ഇഷ്ടമാണ് സിനിമ. അപ്പോൾ സിനിമയിൽ അഭിനയിക്കണം എന്ന ആഗ്രഹം കൊണ്ട് അവന് പറ്റിപ്പോയതാണ്. പോട്ടെ, അതെല്ലാം ഇനിയും മറക്കാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഇതാ ഇപ്പോൾ സിനിമയിലേക്ക് എത്തുകയാണ്. ഇനി സ്ക്രീനിൽ കാണാം ആദ്യത്തിനെ അല്ലേ? മലയാള സിനിമ വലിയൊരു മാറ്റത്തിൻ്റെ പാതയിലാണ്. മോഹൻലാൽ, MG സോമൻ, ക്യാപ്റ്റൻ രാജു, നടിമാരുടെ കാര്യത്തിലേക്ക് വന്നാൽ നയൻതാര, കാവേരി മുതൽ നിരവധി ആളുകളെ എടുത്തു പറയാനുണ്ട്. ഞങ്ങൾ പത്തനംതിട്ടക്കാർക്ക് സിനിമാ രംഗത്ത് അഭിമാനമായി മാറിയിട്ടുള്ള ഒട്ടനവധി പേർ. അവരുടെയൊക്കെ തന്നെ പട്ടികയിലെ ഏറ്റവും ഒടുവിലത്തെ ആളായി മാറുകയാണ് നമ്മുടെ ആദിത്യൻ എന്ന 14-കാരൻ. സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയതിലുള്ള പ്രതികരണം തേടി വീട്ടിലെത്തുമ്പോൾ ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങളെ സ്വീകരിച്ചത്. ഒപ്പം തന്നെ രക്ഷിതാക്കളും സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തിയത്. മകൻ ഒരു സിനിമയിലേക്ക് പ്രവേശിക്കുന്നു എന്നത് അവരുടെ സമീപകാല സ്വപ്നങ്ങൾ എവിടെയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അച്ഛൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. അമ്മ വീട്ടമ്മയായി തുടരുന്നു. ഒരു ചേച്ചിയുണ്ട് ആദിത്യന്. 3ാം വർഷ BSc നേഴ്സിംഗ് വിദ്യാർത്ഥിനി മംഗലാപുരത്ത്. വീട് വിട്ടു പോവുകയും പിന്നീട് തിരിച്ചെത്തുകയൊക്കെ ചെയ്ത അനുജനെ കാണാൻ അവധിയെടുത്ത് ഇന്ന് വൈകുന്നേരത്തോടുകൂടി വീട്ടിലെത്തും അവർ. അപ്പോൾ അവരെയൊക്കെ കാത്തിരിക്കുന്നത് വലിയ സന്തോഷമാണ്. കാരണം അടുത്ത 1 മാസം കൂടി കഴിയുമ്പോൾ സിനിമയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം ലഭ്യമായിരിക്കുകയാണ്. ക്ലബ് FM നിന്ന് ഈ വിവരം അറിയുമ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമാണ് അവർ ഈ വിവരം പറഞ്ഞത്. ഒപ്പം തന്നെ സ്കൂളിലെ അധ്യാപകരോടും പങ്കുവച്ചു. അധ്യാപകരുടെ ഭാഗത്തുനിന്നും വലിയ പിന്തുണ ലഭിച്ചു എന്ന് ആദിത്യൻ തന്നെ പറയുന്നുണ്ട്. ഏത് റോളാണ് എന്നതിനെക്കുറിച്ചൊന്നും ആദിത്യൻ ആശങ്കപ്പെടുന്നതില്ല. കാരണം ഒരു 14-കാരന് കിട്ടാവുന്ന റോൾ അത് എന്ത് തന്നെയായാലും മികച്ച നിലയിൽ അഭിനയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. മനസ്സിലെ ദീർഘകാല ആഗ്രഹമാണ്. അങ്ങനെ
ഏറെക്കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരാൾ സിനിമാ മോഹം തലയ്ക്ക് പിടിച്ച് വീട് വിട്ട് ചെന്നൈക്ക് പോകുന്നു എന്നുള്ളൊരു വിവരം തന്നെ ശരിയാ ബിലാൽ. അങ്ങനെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് സിനിമാ മോഹവുമായിട്ട് ചെന്നൈയിലൊക്കെ പോകുന്ന ആൾക്കാരെ കുറിച്ച്. എന്തായാലും ആദിത്യന് അങ്ങനെ പോട്ടെ, സാരമില്ല. എന്നാലും ഇനി സ്ക്രീനിൽ കാണാൻ പോവുകയാണ്, കേട്ടപ്പോൾ തന്നെ സന്തോഷം. അപ്പോൾ അതിന്റെ ഭാഗമാകാൻ ക്ലബ് എഫും കൂടി ഉണ്ടായിരുന്നു, അതിൽ കൂടെയാണ് ഇങ്ങനെ ഒരു ഓഫർ ആദിത്യന് വേണ്ടിയിട്ട് നൽകിയതെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. സ്ക്രീനിൽ കാണാൻ കാത്തിരിക്കുകയാണ്. ഒപ്പം പഠനവും കൂടി കൊണ്ടുപോകണം. 14 വയസ്സുകാരനാണ് കേട്ടോ. ശരിയാ.